അപ്പോൾ ഞാൻ ഫ്രാൻസിൻ്റെ മെയിൻലാൻഡിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സൈൻ ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ സോർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിലെ എക്സിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ആ റൂട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി. റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എയർബിഎൻബി ഓൾറെഡി ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ മാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സൈൻ ബോർഡും കറക്റ്റ് വ്യക്തമായിട്ടും മേലെ നോക്കി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പോർട്ടിൻ്റെ മെയ്സൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മൈൽസൊക്കെ മാറി ഇപ്പോൾ കിലോമീറ്ററായി. 90 km/h ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. നമുക്ക് പോയിൻറ്റ്സ് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്, പെനാൽറ്റി പോയിൻറ്റ്സ്. ഇവർക്കത് നമ്മുടെ UK സെൻഡ് ചെയ്യാനുള്ളൊരു റൈറ്റ്സ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. ഈ ഒരു കലായ് പോർട്ടിന് നിയർ ബൈ കലായ് സിറ്റി ഉണ്ട് ഒരെണ്ണം. അപ്പോൾ അതിന് നമുക്കിപ്പോൾ കാണാനുള്ളൊരു ടൈമില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ മടങ്ങി വരുമ്പോൾ സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ അവിടെ കയറി കുറച്ച് വിഷ്വൽസൊക്കെ എന്തെങ്കിലും എടുക്കാം. ഞാൻ പോണ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജാണ്, ലൗഗ്നെ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഓടിക്കാനുണ്ട്. ഇനി 68 km റിമൈനിങ് ഉണ്ട്. ഇവിടെ 70 സ്പീഡ് ലിമിറ്റ് കാണിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ പോയി നോക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് 60 km കഴിഞ്ഞാൽ പെട്രോൾ സ്റ്റേഷനുള്ളൂ എന്നൊക്കെ കാണിച്ചിരുന്നത്. പക്ഷേ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ആ ഒരു സ്റ്റേഷൻ. എന്തായാലും ഇപ്പോൾ നമുക്ക് ഡീസൽ അടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഡീസലുണ്ട്. നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ നിയർ ബൈ ഉള്ള എവിടെയെങ്കിലും കയറാനാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഈ കാണുന്നതൊക്കെ ഫ്രഞ്ച് ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വിൻ്ററൊക്കെ കഴിഞ്ഞു, പുല്ലിൻ്റെ കളറൊക്കെ മാറി മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ UKയുടെയും ഫ്രാൻസിൻ്റെയും ഒരു ഭൂപ്രകൃതി ശൈലിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ചില ഭാഗങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഞാൻ മുന്നേ ഫ്രാൻസിൽ വന്നിട്ടുണ്ടെങ്കിലും പാരീസ് മാത്രം, സിറ്റി മാത്രമേ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കൺട്രി സൈഡ് പോകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കമ്പാരിറ്റീവ്ലി കുറേ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി UKയും ഫ്രാൻസും തമ്മിൽ. ശരിക്കും പറഞ്ഞാൽ കടൽ കഴിഞ്ഞൊരു 25 km മാറിയപ്പോൾ തന്നെ എല്ലാം മൊത്തത്തിൽ ഭൂപ്രകൃതിയൊക്കെ മാറി, കാലാവസ്ഥ മാറി, ടൈമിങ് മാറി. അതൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. നമ്മൾ എയർബിഎൻബി എടുത്തു, അവിടെ ജസ്റ്റ് പോണു. ജസ്റ്റ് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പാണ്. ഒരു റാൻഡം പ്ലേസ് ചൂസ് ചെയ്തു, അങ്ങോട്ട് നമ്മൾ ഹെഡ് ചെയ്യണം. അപ്പോഴല്ലേ അതിനുള്ളൊരു ത്രില്ലുള്ളൂ. എന്നുള്ള രീതിയിൽ ഇതൊരു നിയറസ്റ്റ് ഒരു ഫ്രഞ്ച് ഗ്രാമമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ അക്കോമഡേഷൻ എത്താറായി. അങ്ങനെയാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിയർ ബൈ എവിടെയോ ആണ് നമ്മുടെ അക്കോമഡേഷൻ. ഇതാണ് കേട്ടോ അക്കോമഡേഷൻ. ഇവിടെ
ഇതാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെങ്ങനെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാന്നുള്ളൊരു സംഭവം അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. അല്ല, ഇത്രയും ദൂരം ഓടിച്ചു വന്നതിന് ഭയങ്കര വെർത്തായിട്ട് എനിക്ക് തോന്നി. അതിനെ വെൽ മെയിൻറ്റെയിൻഡ്, പക്ക ഫ്രഞ്ച് വില്ലേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഒരുപാട് കോട്ടേജിലുണ്ട്. ഇതൊരു 3 bedroom ഫ്ലാറ്റാണ്. ഫ്ലാറ്റൊന്നുമല്ല, ഒരു വീട് പോലെ. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഉണ്ട്, ഓരോ സെക്ഷനാണ്. അതുപോലെ ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പുള്ളിക്കാരത്തി ഒരു ഫ്രഞ്ച് ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ പുള്ളിക്കാരത്തി ഇംഗ്ലീഷ് സംസാരിക്കില്ല, ഫ്രഞ്ച്. എന്നാലും മാനേജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെടിയും മൊത്തത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെ നമുക്ക് ഇരിക്കാം, കോഫി കുടിക്കാം, അങ്ങനത്തൊക്കെ ആയിട്ട്. ഇതാണ് റൂം. ഇതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവണം. പിന്നെ നമുക്ക് വരാന്തയും കോറിഡോറൊക്കെ നല്ല ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ അടുത്ത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഇനി പുറത്തിറങ്ങിയാലേ അറിയുള്ളൂ. അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. നേരെ ഇവിടെ ടോയ്ലറ്റ്, കിടിലൻ ടോയ്ലറ്റ്. ഇവിടെ കസാര എന്തിനാന്ന് എനിക്ക് പോയൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഹലോ, ഇവിടെ ഷവർ ചെയ്യാം. ഇതെന്തോ സ്റ്റോറേജ് റൂം അങ്ങനെ എന്തോ ഉണ്ടോ. ഇത് ടോയ്ലറ്റ്, ഒരു വെറൈറ്റി. ഇവിടെ ടവൽസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും എക്സ്ട്രാ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് റൂം ടെമ്പറേച്ചർ അറിയുന്നൊരു സംഭവമാണ്. ഇതാണ് നമ്മൾ വന്ന ഒരു സ്ട്രീറ്റ്. കാർ അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അറ്റത്ത് ഞാൻ ബസ് എടുത്ത് ചുമ്മാ ലോക്കൽ സ്ഥലത്തേക്ക് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു മാപ്പ്. ഇവിടെ ഒരു ബത്തൂണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ബത്തൂണി തന്നെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ അതൊരു സിറ്റിയാണ്, നൈറ്റ് ലൈഫൊക്കെ ഉള്ളത്. അപ്പോൾ ചുമ്മാ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. എന്തായാലും ബസ് കയറി ചുമ്മാ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ബസ് വന്ന് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ ചെറിയ വില്ലേജ് ആയതുകൊണ്ട് എന്താ എഴുതിയിരിക്കണമെന്ന് മനസ്സിലായിട്ടില്ല. ഇതെന്തോ ഈ വില്ലേജിൻ്റെ ഒരു സിമ്പിളൊക്കെയാന്ന് തോന്നുന്നുണ്ട്. അതെ, ഈ വില്ലേജിൻ്റെ ഒരു ലോഗോയാണ് കേട്ടോ. അത് ഒരു ഫ്ലാഗ് പോലെ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ സ്ട്രീറ്റിൻ്റെ ലോഗോയിൽ ഉണ്ടത്. ഈ സ്ഥലത്തിൻ്റെ ഒരു മെയിൻ ഒരു സ്ഥലമുണ്ട്, അതായത് ലില്ലിയസ് എന്ന് പറയുക. അങ്ങോട്ടാണ് റൂട്ട് കാണിക്കണം. പിന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ UK അണ്ടർഗ്രൗണ്ട് ലൈൻസാണ് ഇലക്ട്രിസിറ്റിയൊക്കെ. ഇവിടെയൊക്കെ ഓവർ ഹെഡ് ലൈൻസ് ആട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അതിനി വില്ലേജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ വെറൈറ്റി ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. കൊള്ളാതെ. പുള്ളി രജിസ്റ്റേർഡ് വണ്ടി കേട്ടോ. തിരിഞ്ഞൊക്കെ നോക്കി വന്നു. ഇവർക്ക് എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി. അതിനൊരു 1 hour ഉണ്ടെന്ന് തോന്നുന്നു സിറ്റിയിലേക്ക്. നല്ല അടിപൊളി വില്ലേജ് ആട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ട് തോന്നി. സംഗതി ആകെ ഒരു 10-17 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ 32 കിലോമീറ്ററിൻ്റെ വളവ് ചുറ്റിയിട്ടാണ് നമ്മൾ എത്തിക്കുള്ളൂ. ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഒരു ചെറിയൊരു സിറ്റിയാണ്. കുറച്ചു നേരം ബസ്സിലിരുന്ന് ഉറക്കം തോന്നിട്ടോ. പക്ഷെ കൊള്ളായിരുന്നു. ഇപ്പോൾ
ഫുഡ് കഴിക്കണം, അതാണ് ഇനി നെക്സ്റ്റ് ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവിടെ നിന്ന് ലാസ്റ്റ് ബസ് ഇപ്പോൾ ഞങ്ങളുടെ ആ വില്ലേജിലേക്ക് 7:30 തന്നെ. അപ്പോൾ അധികം ടൈമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ പൈസ കുറച്ച് സ്പെൻഡ് ചെയ്ത് ഊബർ അല്ലെങ്കിൽ ടാക്സി വിളിക്കണം. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അത്ര വലിയ എന്താ പറയുക, സിറ്റിന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഫുള്ള് ശരിക്കും യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു വലിയൊരു ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് അടിപൊളിയായിട്ടല്ല എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തത്. ഈ പൂവൊക്കെ ഉണ്ടല്ലേ, എന്ത് ഫ്ലവറാന്ന് എനിക്കറിയില്ല. അറിയണവർ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ആരുമില്ല, എന്നാലും ഞാൻ വെറുതെ പറയാം. ഫുഡ് കഴിക്കാനുള്ള കടകളൊന്നും കാണാനല്ലോ. നമ്മുടെ നല്ല ട്രാവലിൻ്റെ വണ്ടിയാണല്ലോ കഴിക്കണം. ബൈക്കേഴ്സ് ഉണ്ട് ഇവിടെ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ. ഏതാ വണ്ടി ബ്രാൻഡ് അറിയില്ല, കൊള്ളാം. കുട്ടികളൊക്കെ ഉണ്ട്, പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാം സിറ്റി അത്രേ ഉള്ളൂ. ഇനി മെയിനായിട്ടേ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസ് അപ്പോൾ ഞാനപ്പോൾ ഒരു ഡ്രിങ്ക് പറഞ്ഞു, അതായത് കോൺസ്റ്റാർ മാർട്ടിനി. ഇനിയിപ്പോൾ ഒരു സമൂസയുടെ പീസും കൂടി ഉണ്ട്, അതുകൂടി വന്നാൽ ചുമ്മാ അതിങ്ങനെ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ UK അത്ര എക്സ്പെൻസീവ് അല്ല, എന്നാലും ഓക്കെയാണ്. ഇവിടെ ഒരു സ്റ്റോർ കണ്ടു കേട്ടോ, കെബാബ് സ്റ്റോറാണ്, തന്തൂരി ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ത്യൻ തീമൊക്കെ കൊടുത്തിട്ടുള്ളത്, താജ്മഹലും കാര്യങ്ങളൊക്കെ. ഇവിടെ മെയിൻ മെനു എന്നൊക്കെ പറയണത് ഇതൊക്കെ തന്നെ, ബർഗർ, തന്തൂരി, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ അത് രക്ഷയില്ല. അപ്പോൾ ഇതാട്ടോ ഫുഡ്. കണ്ടിട്ട് ഒരു നല്ല മണം കണ്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. വീട്ടിൽ പോകാൻ ബസ് നോക്കിയപ്പോൾ ഇനി 1.5 മണിക്കൂർ കാണിക്കണം. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യും വേണം, അല്ല ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും വേണം. 1.5 മണിക്കൂർ ജേർണി ഓവറുണ്ട്. അത് ഇത്ര അടുത്തായിട്ട് പോലും അത്രയും സ്റ്റോപ്പ് കൂടുതലായതുകൊണ്ട് കാരണമായിരിക്കും. ഞാനപ്പോൾ ഊബർ എടുത്തു കേട്ടോ, അതാകുമ്പോൾ പെട്ടെന്ന് എത്താം. പിക്കപ്പിന് 11 മിനിറ്റാണ്. അപ്പോൾ എന്തായാലും അതിൽ കയറിയിട്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. ഇത്
സെയിം സ്ക്വയർ തന്നെയാണ് നമ്മൾ ആ നേരത്തെ കണ്ട സ്ക്വയർ, നമ്മൾ നേരത്തെ ഡ്രിങ്ക് കഴിച്ച സ്ഥലം. പണി കിട്ടി. ഊബർ വിളിച്ച് റൂമിലേക്കുള്ള സിറ്റുവേഷൻ വേറെ ലൊക്കേഷനിലായി പോയി. രണ്ടും ഒരു സ്ട്രീറ്റിനായിരുന്നു, പക്ഷെ രണ്ട് സ്ഥലത്താണ്. അപ്പോൾ ആ പൈസയും പോയി. വേറെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ലാസ്റ്റ് ട്രെയിൻ പോവുകയും ചെയ്തു. പണി പാളി. ഇതാ ഇവിടെ അങ്ങനെ നിൽക്കണം പോസ്റ്റായിട്ട്. രണ്ടുപേര് കുറേ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. അവരൊരു ബസ് സ്റ്റേഷൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് ബസ് ഉണ്ടെന്നുള്ളത്. വീണ്ടും ഊബർ എടുക്കാന്നുള്ള ഒരു ഓപ്ഷനെ ഇനി കാണാനുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 4000 പൗണ്ട് ടാക്സിക്ക് തന്നെ ഇപ്പോൾ പോയി. ഒരു 16 കിലോമീറ്റർ പോകാൻ വേണ്ടി. സംഭവം 2 സ്ട്രീറ്റ് ഒരേ സ്ട്രീറ്റ് ആയതുകൊണ്ട് ഞാൻ ഊബർ എടുത്തത് മാറിപ്പോയി. അപ്പോൾ ഏതോ ഒരു സ്ട്രീറ്റിൽ ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ വീണ്ടും ഊബർ നോക്കുമ്പോൾ വീണ്ടും ഊബർ കിട്ടണമില്ല. അതുപോലെ എക്സ്പെൻസീവുമാണ്. ഊബറിൻ്റെ 5 അയ്യരുകളി എന്ന് പറയില്ലേ, ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ രാത്രി 8 മണിയായി, ഓൾമോസ്റ്റ് 8:10. എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്തായാലും ഊബർ വരാൻ ലേറ്റാവും. ഈ വീടിൻ്റെ മതിലൊക്കെ ശ്രദ്ധിച്ചാൽ അത് ജസ്റ്റ് ഒരു ഇരുമ്പിൻ്റെ ഒരു സംഭവം കേട്ടോ. പക്ഷെ എന്ത് നീറ്റായിട്ട് ചെയ്തേക്കണല്ലേ. നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടോ. ഊബറില്ല ഒന്നുമില്ല, തേരാപ്പാരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഏതോ ഒരു സ്ട്രീറ്റിൽ. വീണ്ടും ഡാർക്ക് സെമിത്തേരി. എന്ത് വലിയ സെമിത്തേരി അല്ലേ. വീണ്ടും ഡാർക്ക് സീനാണ്. ഊബറില്ല ഒന്നുമില്ല. ഞാൻ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു. ഓൾമോസ്റ്റ് 1 hour വെയിറ്റ് ചെയ്യണം. അപ്പം അതും പോയി. ഇനി എന്തെങ്കിലും നിയറസ്റ്റ് കുറച്ച് ആൾക്കൂട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വിജനതയിലൂടെ നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു പള്ളി കണ്ട്. ഇനി നടന്ന് ആരുമില്ലാത്തൊരു വിജനായിട്ടുള്ളൊരു സ്ട്രീറ്റ്. ആരുമില്ല സ്ട്രീറ്റിൽ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് കാറുകളും. ഈ കാണുന്ന വണ്ടി ഇപ്പോൾ യൂറോപ്പിൽ ഒരുവിധം എല്ലാ രാജ്യത്തും ഉണ്ട്. സിട്രോൻ്റെ ഫ്രഞ്ച് കമ്പനി തന്നെയാണ്. ഇവിടെ സിറ്റി റൈഡിനൊക്കെ ഒരു പറ്റിയ വണ്ടിയാണ്. 2 ആൾക്കാരിക്കും അതിൽ. കൊള്ളാമല്ലേ. ഇനി ജീസസിനെ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഊബർ കിട്ടുമെന്ന് വിചാരിക്കണം. ഈ ഊബർ ചേട്ടന്മാരൊക്കെ കിടന്ന് ഉറങ്ങാണ്. എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ പിന്നെയും കുറച്ച് ആളും ജനത്തിരക്കൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് 5-6 പേരെങ്കിലും കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഊബർ ഓർഡർ ചെയ്ത് നോക്കണം. ഇവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട്. നോക്കി വേറെ ബസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങേണ്ട വരും തോന്നുന്നുണ്ട്. ഊബർ എന്തായാലും കുഴപ്പമില്ല. ലേറ്റായാലും നമുക്ക് നല്ലൊരു ഡീല് കിട്ടി. ടെസ്ലയൊക്കെ വരണം മോഡൽ വൈ. എന്തായാലും ആവട്ടെ. പള്ളി ഉണ്ട് പോകുന്നുണ്ട്. ഒരു മനുഷ്യക്കുഞ്ഞില്ലാത്തൊരു സ്ഥലം. ഫ്രാൻസ് കുറച്ച് വലിയ രാജ്യം ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആരുമില്ല ഇവിടെ. ഈവൻ വീക്കെൻഡായിട്ട് പോലും എല്ലാം ക്ലോസ്ഡാണ്. ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഞാൻ ആലോചിച്ചത്. ഇവിടെ നിന്ന് ബോറടിച്ച് ബസ് സ്റ്റോപ്പ് വരെ നമ്മളെ തെറി വിളിക്കാൻ തുടങ്ങി. എന്താ ചെയ്യുക അവസ്ഥ. നമ്മുടെ രക്ഷകൻ ആണെന്ന് തോന്നുന്നു ടെസ്ല. ആയിരിക്കും എന്നാണ്. അതന്നെ രക്ഷകനെത്തി. രക്ഷപ്പെട്ടു. രക്ഷകനെത്തി. എന്തെങ്കിലും വെയിറ്റ് ചെയ്തതിന് വർത്തായി. ടെസ്ലയിൽ റൈഡ് പോകാമല്ലോ.
താങ്ക് യു. നല്ല ക്യാപ്ഷനാക്കാം, ടെസ്ല എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വന്തം വണ്ടി എടുത്തിട്ട് വേറെ വണ്ടി എടുത്ത് ബസ്സിൽ പോയി പോവാൻ നോക്കിയത് ഇതൊക്കെ ഉണ്ടായത് കൗതുക ലേശം കൂടുതലാണ്. അല്ല എനിവേ സെറ്റായി. മെസ്സി അങ്ങനെ ആ ചേട്ടൻ നമ്മൾ രക്ഷിച്ചു. ആ ചേട്ടൻ്റെ പോവാണ്. നമ്മളങ്ങനെ നമ്മളെ റൂമിലെത്തി. സ്വന്തം വണ്ടി ഇവിടെ കിടന്നിട്ട് ബസ്സിൽ പോയതാണ് ഈ പണി മൊത്തം ഉണ്ടായത്. എന്നാലും കുഴപ്പമില്ല, നല്ല സ്കൈ ഒക്കെ ആണ്. എന്തെങ്കിലും കുളിച്ച് ഫ്രഷായി ബാക്കിയുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഡോറ് തുറന്നു. അങ്ങനെ അതെത്തി. എന്തൊക്കെ പാട് വെച്ച് പറയൂ. സാരല്ല, ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക് ആണല്ലോ. നമ്മുടെ അമ്മാമ്മ കിടന്നുറങ്ങിയതുകൊണ്ട് വീട് കൊടുക്കണോ അമ്മാമ്മ ഇലക്കി പിടിക്കായിരുന്നു. ലൈറ്റൊന്നും ഇല്ലേ? ലൈറ്റ് ഉണ്ട്. ഡോറ് തുറക്കട്ടെ, ഡോറ് തുറക്കട്ടെ. നോക്കി നോക്കാം. വാവ്, സൂപ്പർ വെതർ കേട്ടോ. ഇന്നലെ വന്ന് യൂബറൊക്കെ ലൈറ്റായി ടയേർഡായി ഫ്രഷായി ബാങ്ക് കിടന്ന് ഉറങ്ങി ഞാൻ. നല്ല സ്കൈ ഉണ്ട്. ഫിഷിനൊക്കെ ആരാണാവോ തീറ്റ കൊടുക്കുന്നത്? ഒരാമുണ്ട് കേട്ടോ അവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ അമ്മാമ്മ, ഫ്രഞ്ച് അമ്മാമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മളിതിന് പേ ചെയ്യണം ഒരു €7, ഓൾമോസ്റ്റ് ഒരു 750 രൂപ നാട്ടിലെ. പക്ഷേ കൊള്ളാം, നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, ഹെൽത്തി സാധനം, എല്ലാം നാച്ചുറലാണ്. ഇതൊക്കെ ഇവിടെ തോട്ടത്തിലുണ്ടാവണ പ്ലംസും ആപ്പിളും എല്ലാമാണ്. പിന്നെ മിൽക്കുണ്ട്, ക്രൊസൈൻസ് ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട് ഇവിടെ ട്രഡീഷണൽ, പിന്നെ കോഫി. അപ്പോൾ കോഫി ഉണ്ടാക്കിക്കൊണ്ട് ഷുഗർ ഇട്ടു. ശരി, അപ്പോൾ കോഫി കുടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. എന്ത് ചെടിയാണെന്നറിയില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ 15 ഓൾമോസ്റ്റ് 15 ഡിഗ്രി ഉണ്ട് കേട്ടോ. കാലത്ത് കോഫിയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഡീസൽ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഡീസൽ മേടിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്മുടെ ഹോസ്റ്റ് ഫ്രഞ്ച് അമ്മ ഒരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട് നടക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവിടേക്കല്ല, ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കിയാലോ എന്നുണ്ട്. അപ്പോൾ നല്ല വെതറാണ് മെയിനായിട്ട്, നല്ല സണ്ണിയുടെ. വേറെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ പോയി, പക്ഷേ അവിടെ പ്രീമിയം ഡീസലില്ല. നമ്മൾ സാധാരണ അടിച്ചതിന് ചിലപ്പോൾ ലോങ് പോകുമ്പോൾ ചിലപ്പോൾ വല്ല മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ പ്രീമിയം ഫ്യൂലുള്ളവർക്ക് ഞാൻ കയറി ഫ്യൂൽ അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, അറിയില്ല. സാധന കാലത്തെ പമ്പാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എക്സലന്റ് ഡീസലാണ്. ഞാൻ
ഞാനിവിടെ ഒരു നിയറസ്റ്റ് ഒരു ഹൈക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. പാട്ടൊക്കെ വെച്ചിരുന്നു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫായിട്ട്. ഇവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ആൾക്കാർ. മീൻ കിട്ടിയാ ചേച്ചിക്കല്ലോ. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യണം. ഒരു യൂറോപ്പിൻ്റെതായ ഒന്നും തോന്നുന്നില്ല പെട്ടെന്ന്. അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. വലിയ ചൂണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ. മീൻ കിട്ടുന്നുണ്ടെങ്കിൽ മീൻ കിട്ടിയത് കാണാനാണെങ്കിൽ രസമായിരുന്നു. ഇപ്പോൾ ആരും എടുക്കണ കാണാനില്ല. അവിടെ ആരോ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുമോന്ന് അറിയില്ല. അമ്മൂമ്മ അവിടെ തകർത്ത് സ്റ്റെപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. ചങ്കൂറ്റം. നാട്ടിലെ ഗാനമേള സെറ്റപ്പ്. ഫ്രാൻസിലെ ഗാനമേള. ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും കുറച്ചു നേരം ഗാനമേളയും പാട്ടൊക്കെ കാണാൻ വെച്ചു. പുള്ളി മീൻ പിടിക്കണ്ട്. എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്ന് നോക്കി നോക്കാം നമുക്ക്. കുറേ നേരമായി വെയിറ്റ് ചെയ്യണത്. ഒരു മീനൊന്നും കിട്ടിയിട്ടില്ല. മുമ്പ് നെക്സ്റ്റ് ആളോട് ചോദിച്ചേക്കാം. ബോഞ്ചോ ബോഞ്ചോ എന്ന് പറഞ്ഞു ഉത്തരം വല്ലതും ചോദിച്ചാൽ തിരിച്ചു പറയാനും പറ്റണില്ല. ആകെ കൂടി അറിയാം ഫ്രഞ്ച് വീട് അതോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സാധാരണ വില്ലേജിലെ ഒരു കാഴ്ച. ഇനി അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട്. നമ്മുടെ ഫ്രഞ്ചമ്മ സജസ്റ്റ് ചെയ്തതാണ്. പറ്റുകയാണെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കണം. എന്താ പരിപാടി എന്നറിയില്ല. ഇനി വല്ലവരുടെ കല്യാണമാണോ എന്നറിയില്ല. കോപ്പറേറ്റ് അടിക്കില്ലാന്ന് വിചാരിക്കണം. അല്ല, അടിക്കാൻ ചാൻസ് കുറവ്. അത് ഗാനമേള എന്തോ അങ്ങനെ എന്തുകൊണ്ടാണ്. അപ്പം നമ്മളടുത്ത് ബോഞ്ചോ എന്നൊക്കെ പറഞ്ഞു. എന്താണെന്നറിയില്ല. ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്ത് ഫംഗ്ഷനാന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. സംഭവം അറിയില്ല. ഫ്രഞ്ച് ഗ്രാമത്തിലെ ഒരു വാക്കിംഗ് ഏരിയ. പുള്ളിയാണ് കേട്ടോ അവിടുത്തെ ഗായകൻ. അധികം ആൾക്കാരൊന്നും ഇല്ല, പക്ഷേ പാട്ടൊക്കെ പാടും. കുറേ പേരെ എന്നെ നോക്കുന്നുണ്ട്. ഏത് ഞാൻ നിഗ്രഹിച്ചു വെച്ചിട്ടാവും. എങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ട്. നടന്നു നോക്കാൻ തന്നെ. ഏതോ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നടക്കാം. ഡെഡ് എൻഡാണോന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഇവിടെ ഒരേ ഒരു ഗുണം, പാമ്പുണ്ടാവില്ല നാട്ടിലെ പോലെ. ശരി കേട്ടോ, അത് വാക്കിംഗ് സ്ഥലം തന്നെയാണ്. ഒരാളിതാ ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പോയി നോക്കി നോക്കാം. മുട്ടച്ചേട്ടനൊക്കെ രാവിലെ ഓടാൻ ഇറങ്ങിയതാണ് തോന്നുന്നുണ്ട്. ഇപ്പം വന്നതിൽ തെറ്റില്ല കേട്ടോ. നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അവിടെ ചെറിയൊരു റിവറൊക്കെ ഉണ്ട്. ഫ്രാൻസിലെ ഏതോ ഒരു കാട്ടിൽ ഒറ്റയ്ക്ക്. പക്ഷെ വെള്ളം കുറവാണ്. മീനൊന്നും കാണാനില്ല. ഇതിങ്ങനെ മാപ്പ് നോക്കിയപ്പോൾ കുറേ നീണ്ട് കിടക്കുന്നുണ്ട്. ആക്ച്വലി കൊള്ളട്ടോ, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. കുറച്ചും കൂടി വെള്ളം വേണമായിരുന്നു. ഓടി നടന്നു നോക്കാം. കഴിഞ്ഞ
ലേറ്റ് ആണല്ലോ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കിടക്കണ്ട്. ചെറിയൊരു സംഭവം കേട്ടോ, അത്ര വലിയതാണെന്ന് പറയാൻ പറ്റില്ല. ഓ, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്കുണ്ട്. എന്തായാലും ക്രോസ് ചെയ്ത് നോക്കി വെക്കാം. ആ റിവർ ഇങ്ങോട്ടാട്ടോ പോണത്. ഇവിടെ ചെറിയൊരു ബാറൊക്കെ ഉണ്ട് കേട്ടോ. ബാറ് ബിയർ അടിക്കുന്നവർക്ക് ബിയർ അടിക്കാം, പിന്നെ ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ കുറേ ഉണ്ട്. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നല്ല വിഷമാണോ, വിഷക്കായ ആയിരിക്കും ആയിരിക്കില്ലേ. പ്രോപ്പറായിട്ട് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യണ്ടല്ലോ. ചേട്ടൻ പാട്ട് പാടി തകർക്കുന്നുണ്ട് ഒരു സൈഡിൽ ഞാൻ നടക്കുന്നുണ്ട്. താറാവ്. ഇത് ഈ പോണ്ടിൻ്റെ നടുക്കിക്കോടുള്ളൊരു ചെറിയൊരു വഴിയാണ്. അത്ര വലിയ സംഭവമാണെന്ന് പറയില്ല. സെറ്റപ്പ് ഫിഷിങ്ങിനായിട്ടുള്ള ഏരിയ കണ്ട. എല്ലാവർക്കും ചെറിയൊരു കടവ് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഫിഷിങ് എല്ലാവരും ഫിഷിങ് കാണാം. കെട്ടിയിട്ടില്ല. കൊട്ടൊക്കെ കാലി. കൊള്ളാട്ടോ. ഇതാണ്. Have you got any fish? Any fish? What? In here? Fish. Fish what? Merci. ഇവിടെ ഇങ്ങനെ പടവിൽ നിൽക്കാം. ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇത് സ്കേറ്റിംഗ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കണ്ടിട്ട്. പക്ഷെ ഒരു ഗോ കാർട്ടിങ്ങിൻ്റെ ഒരു ട്രാക്ക് പോലെ എനിക്ക് തോന്നണേ. പക്ഷെ ഇത് അത്ര വലിയൊരു സംഭവം ട്രാക്ക് പോലെയായിട്ടും തോന്നുന്നില്ല. ഇതെന്തായാലും BMX ഓർ സ്കേറ്റിംഗ് ആയിരിക്കും. പാർക്കിൽ നിന്ന് ഇറങ്ങി അറിയില്ല, ഒരു ഫ്രഞ്ച് വന്നിട്ട് ഫ്രഞ്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കിയത്. അപ്പോൾ വേണ്ട പഴയ കഥ എന്ന് പറയുന്നുണ്ടായിരുന്നു. നാലാട്ടി കൊടുത്തു. അടുത്തൊരു സ്ഥലത്ത് അവിടെ പറ്റുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലൊക്കേഷൻ പിടിച്ച് പോകുന്നത്. അപ്പം എന്തായാലും നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ബൈ.